നമസ്കാരം. ബേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. 2025 കറണ്ട് അഫെയർ സീരീസിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാര ജേതാവാണ് ബാനു മുഷ്താഖ്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖിനാണ്. കർണാടക സ്വദേശിനിയാണ്, ഒരു ഇന്ത്യക്കാരിയാണ് ബാനു മുഷ്താഖ്. കർണാടക സ്വദേശിനിയാണ്, കന്നഡ സാഹിത്യകാരിയാണ്. ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ 2025 ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാര ജേതാവാണ് ബാനു മുഷ്താഖ്. ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ബാനു മുഷ്താഖിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2025 ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ച കൃതി ചോദിച്ചാൽ ഹാർട്ട് ലാമ്പാണ്. രചിച്ചതാരാണ്? ബാനു മുഷ്താഖാണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയിലെ കനാനസ്കിസ് ആണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡയിലാണ്. കാനഡയിൽ എവിടെയാണ്? കനാനസ്കിസിലാണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീൽ, റിയോ ഡി ജനീറോ. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് നെതർലൻഡിലെ ഹേഗ്. 2025 നാറ്റോ ഉച്ചകോടി വേദി നെതർലൻഡ്, ഹേഗ്. 2026 AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2026 AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് വേദികൾ നമ്മൾ പറഞ്ഞത്? 2025 G7 ഉച്ചകോടി വേദി കാനഡ, കനാനസ്കിസ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീൽ, റിയോ ഡി ജനീറോ. 2025 നാറ്റോ ഉച്ചകോടി വേദി നെതർലൻഡ്, ഹേഗ്. 2026 AI ഉച്ചകോടി വേദി ഇന്ത്യ. 2025 അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ വാർഷിക സമ്മേളനം നടന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. 2025 അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ വാർഷിക സമ്മേളനം നടന്ന എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, ജനീവ തന്നെയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130ാം സ്ഥാനമാണുള്ളത്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130ആണ്. 1ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ഐസ്ലൻഡിനാണ്. 2025 മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 130. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞൊന്ന് നോക്കാം. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ബാനു മുഷ്താഖ്, കർണാടക സ്വദേശിനിയാണ്. ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയിലെ കനാനസ്കിസ് ആണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡിലെ ഹേഗ്. 2026 AI ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2025 അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ വാർഷിക സമ്മേളനം നടന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130ആണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലൻഡ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151ആണ്. 2025 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151ആണ്. മാനവ വികസന സൂചികയിൽ 130ാം സ്ഥാനമാണ്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ എത്രാം സ്ഥാനമാണ്? 151ാം സ്ഥാനമാണ്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. നോർവേ. 2025 ആഗോള മാധ്യമ സൂചികയിൽ 1ാം സ്ഥാനം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കിയ നേപ്പാളിയാണ് ഷെർപ്പ കാമി റീത്ത. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് 31ാം തവണയും കീഴടക്കിയ നേപ്പാളിയാണ് ഷെർപ്പ കാമി റീത്ത. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായിട്ട് തുടരുന്നത് ആര് തന്നെയാണ്? കാമി റീത്ത തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം എന്ന പേരിൽ പ്രക്ഷോഭം നേരിട്ട രാജ്യമാണ് നേപ്പാൾ. സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം എന്ന പേരിൽ പ്രക്ഷോഭം നേരിട്ട രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ ജെൻസി വിപ്ലവം നടന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? നേപ്പാളാണ്. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടത്തിയ രാജ്യമാണ് ചൈന. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടത്തിയ രാജ്യമാണ് ചൈന. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മയ്ക്കാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് ആർക്കാണ്? മനിക വിശ്വകർമ്മ. 2025 മിസ് ഇന്ത്യയാണ് ആര്? മനിക വിശ്വകർമ്മ. രാജസ്ഥാൻ സ്വദേശിനിയാണ്.
2025 ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം നടന്നത് ഫ്രാൻസിലെ നീസിൽ ആണ്. 2025 ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം നടന്നത് ഫ്രാൻസിലെ നീസിലാണ്. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യമാണ് ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യമേതാണ്? ചൈനയാണ്. പോയിന്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2025 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനം നോർവേ, ഇന്ത്യയുടെ സ്ഥാനം 151. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31-ാം തവണയും കീഴടക്കിയത് നേപ്പാളി കാമി റീത്ത ഷെർപ്പയാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയാണ് ഷെർപ്പ കാമി റീത്ത. സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം നടന്നത് നേപ്പാളിലാണ്. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടത്തിയ രാജ്യമാണ് ചൈന. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മയ്ക്കാണ്. രാജസ്ഥാൻ സ്വദേശിനിയാണ്. 2025 ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം നടന്നത് ഫ്രാൻസിലെ നീസിൽ ആണ്. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യമേതാണ്? ചൈനയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ക്ലാസ്സുകൾ 1-2 തവണ കേട്ടതിന് ശേഷം മാത്രം നോട്ട് എഴുതിയെടുക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടിപ്പോകുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. പരമാവധി പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സുകളും ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 2025 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഒപാൽ സുജാത ചുവാങ്ശ്രിയെയാണ്. ഒപാൽ സുജാത ചുവാങ്ശ്രിയാണ് 2025 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തായ്ലൻഡ് സ്വദേശിനിയാണ് കേട്ടോ ഒപാൽ സുജാത ചുവാങ്ശ്രി. തായ്ലൻഡ് സ്വദേശിനിയാണ് ഒപാൽ സുജാത ചുവാങ്ശ്രി. 2025 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഒപാൽ സുജാത ചുവാങ്ശ്രിയാണ്. 2025 ജൂണിൽ അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MSC എൽസ 3. 2025 ജൂണിൽ അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MSC എൽസ 3. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് നൽകുന്നതിനുള്ള ഉടമ്പടിയിൽ ബ്രിട്ടൻ ഒപ്പുവെച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് നൽകുന്നതിൻ്റെ ഉടമ്പടിയിൽ ബ്രിട്ടൻ ഒപ്പുവെച്ചു. അപ്പോൾ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് നൽകുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലമാണ് ജമ്മു കാശ്മീരിലെ ചിനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലമാണ് ജമ്മു കാശ്മീരിലെ ചിനാബ് പാലം. 2026 നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ്? 8ാമത് സെൻസസ് ആണ്. 2026 നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ 8ാമത് സെൻസസ് ആണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. നമ്മൾ മുമ്പത്തെ ഒരു കറണ്ട് അഫെയർ ക്ലാസ്സിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണം കേട്ടോ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞൊന്ന് നോക്കാം. 2025 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒപാൽ സുജാത ചുവാങ്ശ്രിയാണ്. തായ്ലൻഡ് സ്വദേശിനിയാണ്. 2025 ജൂണിൽ അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MSC എൽസ 3. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് നൽകിക്കൊണ്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ബ്രിട്ടൻ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലമാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ ചിനാബ് പാലം. 2026 നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ 8ാമത് സെൻസസ് ആണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. 2025 നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഒഡീഷ. 2025 നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നതാണ് നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയുടെ സംസ്ഥാനങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 2ാം സ്ഥാനം ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും 5-ാം സ്ഥാനവും കൂടെ ഒന്ന് ഞാൻ പറയാം, ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. 1-ാം സ്ഥാനം ഒഡീഷ, 2-ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 3-ാം സ്ഥാനം ഗോവ, 4-ാം സ്ഥാനം ജാർഖണ്ഡ്, 5-ാം സ്ഥാനം ഗുജറാത്ത്. ഓക്കെ ആണല്ലോ. കേരളത്തിൻ്റെ സ്ഥാനം 15-ാം സ്ഥാനമാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 15-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ഒഡീഷ, 2-ാം സ്ഥാനം ഛത്തീസ്ഗഡ്. പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്